ശ്രീ ജയസൂര്യൻ, ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. തുടക്കം മുതൽ തന്നെ കോൺഗ്രസിന്റെ അനുകൂല നിലപാടായിരുന്നു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട്. അത് ആ രീതിയിൽ തന്നെ ഭാരതത്തിന് പുറത്തും അവർ ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, AICCക്ക് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് അടക്കം നിയന്ത്രിക്കേണ്ടി വന്നത് ഇതേ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രതികരണങ്ങളിൽ നിന്നായിരുന്നു. അത്രമാത്രം അപഹാസ്യമായ രീതിയിൽ പ്രധാനമന്ത്രിയെയും രാഷ്ട്രത്തെയും ഒക്കെ അപലപിക്കുന്ന കാഴ്ച നമ്മൾ തുടക്കത്തിലേ കണ്ടതാണ്. അതിനുശേഷം ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പോസ്റ്റുകൾ ഇനി തുടർന്ന് മുതിർന്ന നേതാക്കളുടെ അനുവാദമില്ലാതെ ഇടരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരല്പമെങ്കിലും നിയന്ത്രിക്കാനായത്. അതിനുശേഷമുള്ള തുടർ നീക്കങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് പാകിസ്ഥാന്റെ സേനാ മേധാവിയുടെ ഭാഗത്ത് നിന്നും വന്ന ഒരു പ്രതികരണം, അതായത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ മാത്രമാണ് അവർ ഒരക്ഷരം ഉരിയാടാതെ നിൽക്കുന്നത് കണ്ടത്. പുൽവാമയ്ക്ക് തിരിച്ചുള്ള ബലാക്കോട്ട് സ്ട്രൈക്കിന് തെളിവെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രീയമൊക്കെ കോൺഗ്രസ് നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ അനുകൂല നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് തുടക്കം മുതലുള്ള വാദത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? രോഹിണി, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ റജി പറഞ്ഞ ഒരു കാര്യമുണ്ട്. സാധാരണ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, 140 വർഷത്തെ പാരമ്പര്യമുള്ള കോൺഗ്രസ്. ഈ കോൺഗ്രസിന്, ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന കോൺഗ്രസിന് 140 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റില്ല, പാരമ്പര്യമില്ല. ഇന്നത്തെ കോൺഗ്രസിന് 55 വർഷത്തെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ. ഞാനത് വ്യക്തമായിട്ട് പറയാം. 1969, 70 കാലഘട്ടങ്ങളിൽ ഇന്ദിരാ കോൺഗ്രസ് രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസ് ഐ എന്ന പേര് സ്വീകരിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും കൂടി സംഘടനാ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്നു. ആ യഥാർത്ഥ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന് ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടായപ്പോൾ കോൺഗ്രസ് പാർട്ടി മരിച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് 47-ൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞു, കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടൂ. ഈ പാർട്ടി എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല, ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ വലിയ ഒരു മുന്നേറ്റമാണ്, അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റരുത് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നു. നെഹ്റു അത് കേട്ടില്ല. നെഹ്റു കോൺഗ്രസ് പാർട്ടിയെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുമ്പോൾ അന്ന് ധാരാളം പേര് പുറത്തുപോയി. അതിനു മുമ്പ് പലരും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. 140 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുമ്പോൾ ഞാൻ വ്യക്തമായി പറയുന്നു, RSSന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബൽറാം ഖഡ്ഗേവാർ, അദ്ദേഹം കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നു. AICC സമ്മേളനങ്ങളിലെ സേവാദൾ വളണ്ടിയർമാരുടെ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് RSSന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബൽറാം ഖഡ്ഗേവാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരാധ്യരായ നേതാക്കന്മാർ ശ്രീമാൻ AK ഗോപാലൻ, EMS നമ്പൂതിരിപ്പാട്, ഇവരെല്ലാം ആ കാലത്ത് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയായിരുന്നു. അപ്പൊ 140 വർഷത്തെ പാരമ്പര്യം പറയുമ്പോൾ RSSന്റെ പാരമ്പര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യവും അതിനുള്ളിൽ ചേർത്തു പറയേണ്ടി വരും. ആ കോൺഗ്രസ് അല്ല 47-ന് ശേഷമുള്ള കോൺഗ്രസ്. 47-ന് ശേഷം നെഹ്റു അധികാരത്തിന് വേണ്ടി ഉപയോഗിച്ച കോൺഗ്രസ് പാർട്ടിയെ 1970 ആകുമ്പോ ഇന്ദിരാ കോൺഗ്രസ് ആയിട്ട് മാറ്റി. അന്ന് ഇന്ദിരയെ അനുകൂലിക്കുന്ന ആൾക്കാരെ ഒഴികെ ബാക്കി എല്ലാവരെയും പുറത്താക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ള 1970 മുതൽ ഇങ്ങോട്ടുള്ള പാരമ്പര്യം മാത്രമേ അവകാശപ്പെടാനുള്ളൂ. അതായത് അത് 55 വർഷത്തെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ ചരിത്രം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ കൊണ്ടുവരുമ്പോൾ. രോഹിണി പറഞ്ഞ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ വരാം. അതായത് പാകിസ്ഥാൻ ആഘോഷിച്ചത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതികരണങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കന്മാർ, അവിടുത്തെ ഭീകരവാദികൾ, അവിടുത്തെ പട്ടാള മേധാവികൾ, ഇവരൊക്കെ തന്നെ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാർ, കേരളത്തിലെ KPCCയുടെ പ്രതികരണം, അതുപോലെ തന്നെ കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിയുടെ പ്രതികരണം, ഉത്തരേന്ത്യയിലെ പല നേതാക്കന്മാരുടെയും പ്രതികരണം, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തല വെട്ടിമാറ്റിയിട്ട് ആ രീതിയിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി നടത്തിയ പ്രചരണങ്ങൾ, ഇതെല്ലാം പരിധി വിട്ടപ്പോൾ അവസാനം സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ വേണുഗോപാൽ, അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, ഇതൊന്നും ആശാസ്യമല്ല, ഇങ്ങനെയൊന്നും ആരും പെരുമാറരുത് എന്ന് അന്ത്യശാസനം കൊടുത്തിട്ട് പോലും പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനകളും അവർ പുറത്തുവിട്ട ചിത്രങ്ങളും അവരുടേതായ പ്രതികരണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ നേതൃത്വം ലോക ജനതയ്ക്ക് മുമ്പാകെ ഇന്ത്യക്കെതിരായി ആഞ്ഞടിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ഒരു
ക്രമീകരണം, ഇത്തരം ഒരു വിശദീകരണം ലോകത്തിന് മുമ്പിൽ കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിട്ടത് കോൺഗ്രസ് പാർട്ടിയാണ്, കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പോ ആ വസ്തുതകളെ രാഷ്ട്രീയവൽക്കരിച്ചത് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ ഒന്നിച്ചു നിന്നുകൊണ്ട് വ്യക്തമായി ഈ കാര്യങ്ങൾ വിദേശത്ത് അവതരിപ്പിക്കുമെന്ന് ബോധ്യമുള്ള ആൾക്കാരെ വിട്ടില്ല എങ്കിൽ കോൺഗ്രസിന് പാർട്ടിയെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമല്ലേ? അപ്പൊ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞാൽ അനുസരിക്കുന്ന അണികളും നേതാക്കന്മാരും ഇല്ല എന്നുള്ളത് വ്യക്തമല്ലേ? അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂരിനെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോകുന്നത്. ശശി തരൂരിന്റെ പേരിലുള്ള തെറ്റെന്താണ്? അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആയതും അതുപോലെ ആ വിഷയങ്ങളെ സംബന്ധിച്ച സർക്കാരിന്റെ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായതും കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ കഴിയില്ല, അത് പാടില്ല എന്ന് പാർട്ടി പറയുമ്പോൾ ആ പാർട്ടിയെ ആരാണ് നയിക്കുന്നത്? ഇത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഒരു സർക്കാരിന് ഇതിൽ രാഷ്ട്രീയം കലർത്താൻ പറ്റില്ല. നരേന്ദ്രമോദി സർക്കാർ ഇതിൽ രാഷ്ട്രീയമല്ല നോക്കിയത്, രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്ര താല്പര്യമാണ് നോക്കിയത്. അതുകൊണ്ട് രാഷ്ട്രീയമൊക്കെ നമ്മൾ പാർലമെന്റ് കൂടുമ്പോഴോ ഇന്ത്യക്കകത്തോ നമുക്ക് ചർച്ച ചെയ്യാം. പുറത്തേക്ക് പോകുന്ന പ്രതിനിധികളിൽ ആ ശൈലി ഒരിക്കലും ആശാസ്യമല്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. അത് മാത്രമല്ല ശ്രീ ജയസൂര്യൻ, നമുക്ക് ആ സമിതിയിലെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതിൽ എങ്ങനെയാണ് ഓരോ പ്രതിനിധിയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. കൃത്യമായി തന്നെ എല്ലാ പാർട്ടിയിലും ഉള്ളവർ തന്നെയുണ്ട്. അതിൽ പലപ്പോഴും നേതൃനിരയിലേക്ക് എത്തുന്നത് പ്രതിപക്ഷത്ത് നിന്നുള്ളവർ ആണ് എന്നുള്ളതാണ്. അവിടെ ശശി തരൂരിനെ വയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരിക്കലും ബി ജെ പി പ്രതിനിധിയായിട്ടുള്ള വിദേശകാര്യ മന്ത്രിയെയോ ഒന്നും അവിടെ പ്രതിഷ്ഠിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഒരു രാഷ്ട്രീയവും കേന്ദ്ര സർക്കാർ കാണുന്നില്ല. അതുമാത്രമല്ല, ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ലോകരാഷ്ട്രത്തോട് വിളിച്ചു പറയേണ്ട സന്ദേശം എന്താണ് എന്നുള്ളത് മാത്രമാണ് ഭാരത സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം.